ഹായ് ഫ്രണ്ട്സ്, നോണക്കുടി സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഷെയർ ചെയ്യുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഹസ്ബൻഡ് പുറകെ നടന്ന് ശല്യപ്പെടുത്തി. എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പുള്ളി സിനിമയ്ക്ക് ഉണ്ടാകുന്ന സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത ബേസിൽ ഗ്രേസ് ആൻ്റണി പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്ന നോണക്കുടി സിനിമ കാണാമെന്ന് ഡിസൈഡ് ചെയ്തു. ബിക്കോസ് ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് നല്ല ഹെക്റ്റിക് ആയിരുന്നു. ഡ്യൂട്ടീസൊക്കെ നൈറ്റ് ഡ്യൂട്ടീസും ഉണ്ടായിരുന്നു. ശരിക്കും മടുത്തിരിക്കുകയായിരുന്നു. സോ എനിക്കൊരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ കണ്ടാൽ മതി എന്നായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ചെന്നൈയിലായതുകൊണ്ട് എല്ലായിടത്തും ആഫ്റ്റർ 10 ആണ് ഷോസ് ഉണ്ടായിരുന്നത്. ബിഫോർ 10 അപ്പാടെ എക്സ്പ്രസ് അവന്യൂ മാള് മാത്രമാണ്. ആഫ്റ്റർ 10 പോയി കഴിഞ്ഞിട്ടുണ്ട്. ഷോയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രി 2-3 മണിയാവും. പിന്നെ അടുത്ത ദിവസം ഡ്യൂട്ടിയുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. സോ 7:45 എക്സ്പ്രസ് അവന്യൂ മാളിലെ ഷോയ്ക്ക് തന്നെ പോകണമെന്ന് ഡിസൈഡ് ചെയ്തു. ചെന്നൈയിൽ പറഞ്ഞാൽ പിന്നെ ഭയങ്കര ട്രാഫിക്കാണ്. സോ എത്തുന്ന കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ വിധത്തിൽ ഞങ്ങൾ എത്തി. എൻ്റെ പ്രതീക്ഷ തെറ്റില്ല. കയറിയപ്പോൾ തൊട്ട് ഞാൻ ചിരിയായിരുന്നു. സിനിമ കഴിയുന്നോടം വരെ പൊട്ടിച്ചിരിയായിരുന്നു. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആ ഒരു റിലീഫ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫീല് ഞാനങ്ങ് ചിരിച്ച് മടുത്തു. എൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷനും പോലെ നല്ലൊരു കോമഡി പടമായിരുന്നു. ബേസിലിൻ്റെ ക്യാരക്ടറെ പറ്റി പറഞ്ഞാൽ, ഉത്തരവാദിത്തം ഇല്ലാത്ത മകനെ ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ വേണ്ടി പേരൻസ് കല്യാണം കഴിപ്പിക്കുന്നു. എത്ര കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ലല്ലോ. സോ അയാളുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ മൂലം അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഹാസ്യാത്മകമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ രസകരമായ കുറേ നിമിഷങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചു മടുത്തു. എല്ലാം പറഞ്ഞ് ഞാൻ അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. എല്ലാവരും സൂപ്പറായി അഭിനയിച്ചു. ഗ്രേസ് ആൻ്റണി, സൈജു കുറുപ്പ് സീൻസ് കുറവാണെങ്കിലും പുള്ളി വന്ന സീൻസിലൊക്കെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. പിന്നെ അജു വർഗീസ്, സിദ്ദിഖ്, മനോജ് കെ ജയൻ, എല്ലാവരും സൂപ്പറായിരുന്നു. ശരിക്കും ചിരിച്ച് മടുത്തു. സോ എന്നെപ്പോലെ സീരിയസ് ഹെക്റ്റിക് ലൈഫിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്ന, കുറച്ച് സമയം ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സിനിമയാണിത്. എന്താണേലും ഈ സിനിമ നിങ്ങളെ ചിരിപ്പിക്കും. നിങ്ങൾക്കൊരു പുതിയ എനർജി തന്നെ കിട്ടും ആഫ്റ്റർ വാച്ചിങ് ദിസ് മൂവി. സോ എല്ലാവരും സിനിമ കാണണം.